പേടിക്കണം. ഞാനൊരു ഖാദിമുൽ ദീനിന്റെ ഖാദിമാണ്. ഞാൻ വാദ പറയുന്നു, ഞാൻ എന്നെ കുറിച്ച് പേടിക്കണം. ഉസ്താദുമാർ അവരെ പറ്റി പേടിക്കണം. മുതഅല്ലിമീങ്ങൾ അവരുടെ തഅല്ലുമിന്റെ നിയ്യത്ത് എന്താണ്? പേടിക്കണം. എല്ലാവരും പേടിക്കണം. നമ്മൾ ചെയ്യുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയാണോ? കാപട്യം വന്നു പോകുന്നുണ്ടോ? അത് സങ്കീർണമാണ് വിശ്വാസത്തിലെ കാപട്യം. ഇത് പഠിപ്പിക്കാൻ ഒന്നാം തരം ഒരു പഠനം നടക്കുകയാണ്. മഹാനായ ഇബ്നു അബീ മുലൈക റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 117 ലോകത്തോട് വിട പറഞ്ഞ ഈ ഉമ്മത്തിന്റെ 2-ാം നൂറ്റാണ്ടിൽ കഴിഞ്ഞുപോയ 1-2 നൂറ്റാണ്ടുകളിൽ കഴിഞ്ഞുപോയ മഹാനായ ഇബ്നു അബീ മുലൈക റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഞാൻ റസൂലുള്ളാഹിന്റെ സ്വഹാബികളിൽ 30 പേരെ കണ്ടിട്ടുണ്ട്. കണ്ണോടെ കണ്ട സ്വഹാബി താബിഇയാൻ അവർ സ്വഹാബിയല്ല, ഇബ്നു അബീ മുലൈക തങ്ങള്. പക്ഷേ 30ഓളം സ്വഹാബിമാരെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അതല്ല വിഷയം, ഇനി പറയാൻ പോണതാ വിഷയം. 30 സ്വഹാബിമാരെ കണ്ടു. അദ്റക്തു 30 മിൻ അസ്ഹാബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളുടെ 30 സ്വഹാബിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കുല്ലുഹും യഖാഫു നിഫാഖ അലാ നഫ്സിഹി. അവരോരോരുത്തരും ഞാൻ മുനാഫിഖാണോ എന്ന് പേടിക്കുന്നവരാണ്. അവരെ കുറിച്ച് 30 സ്വഹാബിമാർ. ഞങ്ങൾ വലിയ ആൾക്കാരാണെന്ന് വിചാരിക്കല്ല, ഞങ്ങൾ മുനാഫിഖാണ്. റബ്ബേ, അല്ലാഹുവേ, എൻ്റെ ഈമാൻ പരിപൂർണമാണോ? എൻ്റെ ഈമാൻ അല്ലാഹ് സ്വീകരിക്കുമോ എന്ന് പേടിക്കുന്നവരായിരുന്നു അവർ കണ്ട 30 സ്വഹാബിമാർ. കുല്ലുഹും കുല്ലുൻ യഖാഫു അലാ നഫ്സിഹി നിഫാഖ്. ഞാൻ മുനാഫിഖാണോ എന്ന് പേടിക്കുകയായിരുന്നു. മാ മിൻഹും അഹദുൻ യഖൂൽ. അവരിൽ ഒരാളുമില്ല ഇന്നഹു അലാ ഈമാനി ജിബ്രീൽ വ മീകായിൽ. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെയും മീകായിൽ അലൈഹിസ്സലാമിന്റെയും ഈമാൻ പോലെ ഈമാനുള്ളവരാണ് ഞങ്ങളെന്ന് പറയുന്ന ഒരാളെയും ഞാൻ കണ്ട 30 സ്വഹാബിമാരിൽ ഞാൻ കണ്ടിട്ടില്ല. ഓരോരുത്തരും അവനവനെ കുറിച്ച് പേടിയിലായിരുന്നുവെന്ന് മഹാനായ താബിഈയും പ്രമുഖനുമായ ആലിം മഹാനായ ഇബ്നു അബീ മുലൈക തങ്ങൾ, ഇമാം ബുഖാരി തങ്ങൾ അടക്കമുള്ളവർ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു അബീ മുലൈകയുടെ ഈ അഥർ സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. 30 സ്വഹാബിമാരും പേടിച്ചു, ഞാൻ മുനാഫിക്കാണോ? നമ്മുടെ ധൈര്യം അപാര ധൈര്യമാണ്. നമ്മളൊക്കെ റെഡി, മരിക്കാൻ കാത്തുക സ്വർഗത്തേക്ക് പോവാൻ. അള്ളാഹു നമ്മ സ്വർഗത്തിന്റെ അഹ്ലുകാരിലാക്കി തരട്ടെ, ആയിരിക്കണം. പക്ഷെ ഈ ബടായി പറയരുത്. എൻ്റെ ഒപ്പം പോരി, ഞാൻ സ്വർഗത്തേക്ക് ഉറപ്പാണ്, അതൊന്നും പറയാൻ നിൽക്കണ്ട. അത് പറയാൻ പാടില്ല. ശറയിൽ പാടില്ലാത്ത പിന്നെ എങ്ങനെ നമ്മൾ പറയാം? പാടില്ല എന്ന് പറഞ്ഞാൽ പാടില്ല. ശരിയാത്ത് പഠിക്കാത്തതുകൊണ്ട് വരുന്ന വിഷയമാണത്. വെറും തർക്കവും ജദലും ഇത് നമ്മൾ പഠിക്കുന്നത്. ആകെ മസാല തിരിച്ചും മറിച്ചിട്ടിട്ട് തർക്കിക്കുക. ആ വിഷയത്തിൽ ഈമാനോടുകൂടെ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന വിഷയം. വുളൂക്ക് ഉഷാറെടുത്തു, ഷർത്തും പറന്നു സുന്നത്തൊക്കെ എടുത്തിട്ട് ഉഷാറായിട്ട് നിസ്കരിച്ചു. നിസ്കാരത്തിൽ മുഴുവൻ സിനിമന്റെ കഥ ആലോചിച്ചത്. ഓൻ്റെ നിസ്കാരം അല്ലാഹ് കബൂലാക്കുന്നുണ്ടോ? പ്രത്യക്ഷം ഓക്കെയാണ്, പക്ഷെ ഉള്ളു ശരിയായിട്ടുണ്ടോ? വുളൂക്ക് എടുത്തത് ശരിയാണോ? നിസ്കാരത്തിന്റെ ഫർളും ഷർത്തും ഒക്കെ പാലിക്കണം, സുന്നത്തും പാലിക്കണം. പുറമെ ഖൽബ് കൊണ്ട് അള്ളാഹ് കൊടുക്കും വേണം. ഖൽബ് കൊണ്ട് അള്ളാഹിനെ പറ്റി അപ്പോഴാണ് നിസ്കാരം പൂർത്തിയാവുന്നത്. അല്ലെങ്കിൽ കാട്ടിക്കൂട്ടലാണ്. അള്ളാഹു നമുക്ക് കാര്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇനി മൂന്നാമത് പറയുന്നത് മഹാനായ ഹസനുൽ ബസ്രി തങ്ങളുടേതാണ്. ഇതൊരു വലിയ ചർച്ച നടന്നൊരു വാക്കാണ് ഹസനുൽ ബസ്രി തങ്ങളുടെ ഈ വാക്ക്. ഇമാം ബുഖാരി തങ്ങൾ സ്വീഖത്തു തംരീദ് എന്ന് പറയും ഹദീസിന്റെ ശൈലിയിൽ. തംരീദിന്റെ സീഗ എന്ന് പറഞ്ഞിട്ടാ പറയാ ഹസനുൽ ബസ്രി തങ്ങളെ സംബന്ധിച്ച്. ഇമാം ബുഖാരി തങ്ങൾ വ്യക്തമായും അങ്ങനെ പറഞ്ഞു എന്നല്ല പറയാ. സുഫിയാൻ സൗരിയെ കുറിച്ച് ഉദ്ധരിക്കപ്പെടുന്നുണ്ട് മുഅല്ലിഖൻ ബിസിഅത്തി തംരീദ്. മഹാനായ ബുഖാരി ഇമാം തങ്ങൾ പറയുന്നത് എങ്ങനെയെന്നറിയോ? വയുദ്കറു അനിൽ ഹസൻ അന്നഹു ഖാൽ. ഹസനുൽ ബസ്രി പറഞ്ഞു എന്ന് പറയപ്പെടുന്നു. ഇമാം ബുഖാരി തങ്ങളുടെ ഹദീസ് ഓതുന്നവരെ മനസ്സിലാക്കണം, ഹദീസിന്റെ കിതാബുകളിൽ തംരീദിന്റെ സീഗ എന്നത് പറയാം. യുദ്കറു വയുഖാലു ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞ ആ വാക്ക് അത് തന്നെയാണോ എന്ന് സംശയമുണ്ട്. പക്ഷെ ആ ആശയത്തിൽ എന്തോ മഹാൻ പറഞ്ഞിട്ടുണ്ട് താനും. അപ്പോഴാണ് ഖാല, അവര് വെട്ടിത്തുറന്നു പറഞ്ഞു എന്ന് പറയാതെ എന്തു പറയും? വയുദ്കറു അന്നൽ ഹസന ഖാൽ. ഹസൻ എന്നവര് ഹസനുൽ ബസ്രി ഇങ്ങനെ പറഞ്ഞു എന്ന് പറയപ്പെടുന്നു. ഇമാം ബുഖാരി തങ്ങൾ അങ്ങനെ പറയാം. എന്താ പറഞ്ഞെന്നറിയാം ഹസനുൽ ബസ്രി തങ്ങളെ? മാ ഖാഫഹു ഇല്ലാ മുഅ്മിൻ, മാ ഖാഫഹു ഇല്ലാ മുഅ്മിൻ വമാ അമിനഹു ഇല്ലാ മുനാഫിഖ്. ഇതിനെപ്പറ്റി ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഷറഹ് മുസ്ലിമിൽ
ഷർഹ് മുസ്ലിമിൽ ഈ ഹദീസ് ഷർഹ് മുസ്ലിമിൽ കാണാം. ഇമാം നബവി തങ്ങൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞു, മാ ഖാഫഹു ഇല്ലാ മുഅ്മിൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവനെ മുഅ്മിനായ ആളല്ലാതെ പേടിക്കൂല എന്ന് അർത്ഥം കൊടുക്കും. അപ്പോ മാ ഖാഫല്ലാഹ അസ്സ വജല്ല ഇല്ലാ മുഅ്മിൻ, അല്ലാഹുവിനെ ഒരു മുഅ്മിനല്ലാതെ പേടിക്കൂല. ഇമാം നബവി തങ്ങൾ അങ്ങനെ അർത്ഥം കൊടുത്തത്. പക്ഷെ ബാക്കി പണ്ഡിതന്മാർ ഇമാം ഹസൻ ബസ്രിയുടെ മുറാദ് അതല്ല. മാ ഖാഫഹു ഇല്ലാ മുഅ്മിനുൻ വമാ അമിനഹു ഇല്ലാ മുനാഫിഖ് എന്ന് പറഞ്ഞതിനെ അർത്ഥം കൊടുത്തത് നിഫാഖ് എന്നാണ്, കപടവിശ്വാസം. മാ ഖാഫൻ നിഫാഖ ഇല്ലാ മുഅ്മിൻ, ഞാനൊരു കപടവിശ്വാസിയാണോ എന്ന് പേടിക്കുന്നത് ഒരു മുഅ്മിനായിരിക്കും. ഒരു മുഅ്മിനായ മനുഷ്യനാണ് അവനെക്കുറിച്ച് കപടവിശ്വാസിയാണോ എന്ന് പേടിച്ചു പോകുന്നത്. വമാ അമിനഹു ഇല്ലാ മുനാഫിഖ്, ഞാൻ 1-ാം നമ്പർ മുഅ്മിനാണ്, ഞാൻ വലിയ ആളാണെന്ന് തോന്നുന്നത് മുനാഫിഖനാണ് എന്ന്. അതാണത്രേ ഹസൻ ബസ്രി തങ്ങൾ പറഞ്ഞ ഈ വാക്കിനർത്ഥം. സുബ്ഹാനല്ലാഹ്, നമ്മൾ മുനാഫിഖാണോ എന്ന് നാഫഖ ഹൻദല എന്ന് പറഞ്ഞ ഹൻദല തങ്ങളുടെ ഹദീസ് എപ്പോഴും ചർച്ച ചെയ്യുന്ന ഹദീസാണ്, ഞാൻ എടുത്തിട്ടില്ല. നാഫഖ ഹൻദല, അള്ളാഹിനെ പറ്റി മുഴുവൻ നേരം ഓർക്കാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ മുനാഫിഖാണോ? ആ പേടി വരുന്നത് ആർക്കാ? ഈമാന്റെ ലക്ഷണ. പേടിയില്ല, ഞാനൊക്കെ വളരെ ഉഷാറാണ് എന്ന് തോന്നുന്നത് ആർക്കാണ്? വമാ അമിനഹു ഇല്ലാ മുനാഫിഖ്, കപടവിശ്വാസം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആള് അവൻ മുനാഫിഖാൻ എന്ന് പറഞ്ഞ മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി. സുബ്ഹാനല്ലാഹ്, എന്താണ് ഈ പറയുന്നത്? താബിഈങ്ങളുടെ നേതാവ് ഇബ്രാഹിം തൈമി റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താ? ഞാൻ പറയുന്നതും ഞാൻ ചെയ്യുന്നതും നോക്കിയാൽ ഞാൻ നുണ പറയുകയാണെന്ന് ആളുകൾ എന്നെ പറ്റി പറയും. ഇതാര് പറഞ്ഞു? താബിഈങ്ങളുടെ ഇമാം മഹാനായ ഇബ്രാഹിം തൈമി റഹ്മത്തുള്ളാഹി അലൈഹി. ഇബ്നു അബീ മുലൈക എന്ത് പറയുന്നു റഹ്മത്തുള്ളാഹി അലൈഹി? 30ഓളം ഹബീബിന്റെ സ്വഹാബിമാരെ ഞാൻ കണ്ടു, ഓരോരുത്തരും അവനെ പറ്റി മുനാഫിഖാണോ എന്ന് പേടിക്കുന്നവരായിരുന്നു. ഇമാം ഹസൻ ബസ്രി തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ മുനാഫിഖാണോ എന്ന് പേടിക്കുന്നത് ഈമാനിന്റെ അടയാളമാണ്, ഞാൻ മുനാഫിഖല്ല എന്ന് ഉറപ്പിച്ചു നിൽക്കുന്നത് മുനാഫിക്കിന്റെ അടയാളമാണ്. ഇനി നമ്മളെ പറ്റി ഒന്ന് ആലോചിക്കാം. ഇതൊക്കെയാണ് ദീൻ പറയുന്നത്. നമ്മളിപ്പോ എവിടെ ഇരിക്കുന്നത്? നമ്മൾ എത്ര പേടിക്കണം അല്ലാഹുവിനെ? വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രി, നമ്മൾ അല്ലാഹുവിനെ പേടിക്കേണ്ട പോലെ പേടിച്ചിട്ടില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല, നമ്മൾ എന്ത് പറഞ്ഞാലും വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രി, ഇത് പേടിക്കേണ്ട ആയത്താണ്. നമ്മൾ അല്ലാഹുവിനെ പറ്റി എന്താ വിചാരിച്ചത്? നമ്മൾ അല്ലാഹുവിനെ പറ്റി വിചാരിച്ചത്? ദുന്യാവങ്ങ ചോദിച്ചു വാങ്ങാനൊരു ഇടല്ലേ? പഠിച്ചോനെ അത് തരണേ, ഇത് തരണേ, പഠിച്ചോനെ എനിക്ക് കുട്ടികളെ തരണേ, എനിക്ക് പെര തരണേ, മധുരം എനിക്ക് പഞ്ചാര വേണ്ട, എനിക്ക് ആ സുഖം വേണ്ട, ഇത് വേണ്ട, പഠിച്ചോനെ എനിക്ക് എൻ്റെ കുട്ടിക്ക് ജോലി കൊടുക്കുക, എൻ്റെ കുട്ടീനെ കെട്ടിക്കുക, എനിക്ക് പോരാ, എൻ്റെ കച്ചവടം, എൻ്റെ കടം, ഇത് മതിയോ? ഇതിനാണോ അള്ളാഹുവിനെ പറ്റി നമ്മൾ അതാണ് മനസ്സിലാക്കി? വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രി, അള്ളാഹുവിന്റെ ഉലുവും അള്ളാഹുവിന്റെ കിബിരിയാവും അള്ളാഹുവിന്റെ മഹത്വവും, അള്ളാഹു ജല്ല ജലാലിന്റെ മുമ്പിൽ നമ്മൾ അബീദുകൾ എത്ര ചെറുതാണ്, അള്ളാഹുവിന്റെ അളമത്ത് നമ്മൾ മനസ്സിലാക്കിയോ? വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രി, നബിയെ അവരാരും അള്ളാഹിനെ കാണേണ്ട പോലെ കണ്ടിട്ടില്ല. പരിശുദ്ധ ഖുർആൻ അള്ളാഹു റബ്ബിനെ കുറിച്ച് പറയാം. നമ്മൾ റബ്ബിനോട് ചോദിക്കേണ്ടത് ഈമാനാ മുഅ്മിനെ. ഈമാന്റെ കടണ്ടായാലും മരിച്ചു പോകാം, ആരെങ്കിലും കടം വീട്ടിക്കോളും, പോരല്ലെങ്കിലും മരിച്ചു പോകാം, രോഗിയാണെങ്കിലും അല്ലെങ്കിലും മരിച്ചു പോകാം. മരിക്കുന്ന നേരത്തെ ഈമാൻ വേണ്ടേ? അതുകൊണ്ടാണ് മുഅ്മിനാണോ എന്ന് ചോദിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് എന്ന് പറയൽ സുന്നത്താണെന്നും അതിന്റെ 4 കാരണങ്ങളും നമ്മൾ ചർച്ച ചെയ്യാൻ കാരണം. മുഅ്മിനുൻ ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് ഖാത്തിമത്ത് നന്നാക്കി തരട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം, ചിന്തിക്കേണ്ട ഒരു സംഭവം. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസ്. ഈ ഹദീസ് മഹാനായ ഇമാം ബസ്സാർ എന്നവർ അവരുടെ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, ബിസനദിൻ സ്വഹീഹിൻ, സ്വഹീഹായ സനദോടുകൂടെ. എന്താ ഹദീസ് എന്നറിയോ? മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നമ്മുടെ ഉമ്മയായ ഹബീബിന്റെ ഭാര്യയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അരികത്തേക്ക് കയറി ചെന്നു. ഉമ്മിനെ, ഈ സംഭവം പറയുമ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നില്ല, അത്രയും വല്ലാത്തൊരു പേടിപ്പെടുത്തുന്ന സംഭവം. അതിൻ്റെ ആശയം ആലോചിക്കുമ്പോൾ അല്ലാഹുവേ പടച്ചവനെ, ഇതൊന്നും പറയാനോ പറഞ്ഞു തരാനോ ഞാൻ ആളായതുകൊണ്ട് പറയല്ല, ഇത് ഇൽമ് പറയലാണല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞുതരാം. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ, നമ്മൾ ഓരോരുത്തരുടെയും ഈമാൻ അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അരികത്തേക്ക് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കടന്നു ചെന്നിട്ട് പറയുന്നു, യാ ഉമ്മു സലമ ബീവി. ഹബീബിന്റെ വഫാത്തിന് ശേഷമാണ് സംഭവം. യാ ഉമ്മു സലമ ബീവി,
ഇന്നി മിൻ അക്സരി ഖുറൈശിൻ മാലൻ ഖശീതു അൻ യുഹ്ലികനി മാലി. ഉമ്മു സലമ, ഖുറൈശികളിൽ ഒരുപാട് പണമുള്ള പണക്കാരനാണല്ലോ ഞാൻ. ആ പണം കൊണ്ട് ഞാൻ നശിച്ചു പോകുമോ എന്ന് പേടിയുണ്ട് ഉമ്മു സലമ എനിക്ക്. ആരാ പറയുന്നറിയോ? 1000 ഒട്ടകപ്പുറത്തുള്ള സാധനങ്ങൾ മുഴുവനും കച്ചവട സംഘം സിറിയയിൽ നിന്ന് മദീനയിൽ വന്നിട്ട് ഹബീബിന്റെ ഖുത്ബ നടക്കുമ്പോ, ജുമുഅ നടക്കുമ്പോ ഹബീബായ തങ്ങളെ മിമ്പറിൽ നിർത്തുകയും ഖുത്ബ കേൾക്കുന്ന ആളുകളൊക്കെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി ഓടുകയും ചെയ്ത രംഗം. وَإِذَا رَأَوْا تِجَارَةً أَوْ لَهْوًا انفَضُّوا إِلَيْهَا وَتَرَكُوكَ قَائِمَةً قُلْ مَا عِندَ اللَّهِ خَيْرٌ مِنَ اللَّهْوِ وَمِنَ التِّجَارَةِ وَاللَّهُ خَيْرُ الرَّازِقِينَ. ആയത്തിറങ്ങി. ഹബീബിന്റെ ഖുതുബ മോശമായി. ഹബീബിന്റെ ഖുതുബക്ക് തടസ്സം വന്നു. 1000 ഒട്ടകപ്പുറത്തുള്ള മുഴുവൻ സാധനവും ഹബീബായ നബിയേ, എന്റെ 1000 ഒട്ടകപ്പുറത്തുള്ള സാധനം, ഈ കൊല്ലത്തെ കച്ചവടം എനിക്ക് വേണ്ട നബിയേ. അങ്ങയുടെ ജുമുഅക്ക് തടസ്സമായി ഞങ്ങൾ വന്നതെങ്കിൽ എന്റെ 1000 ഒട്ടകപ്പുറത്തുള്ളതും ആ ഒട്ടകങ്ങളും സ്വദഖത്തുൻ ഫീ സബീലില്ലാഹ്, മദീനയിലെ ഫുഖറാ മിസ്കീന്മാർക്ക് സ്വദഖയായി കൊടുത്തു നബിയേ എന്ന് പറഞ്ഞ സ്വർഗത്തിൽ പോകുമെന്ന് നബി തങ്ങൾ ഉറപ്പ് കൊടുത്ത 10 പേരിൽ അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട ആളാണിത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. 10ൽപ്പെട്ട ആളാ. سعد ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم. سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم. ابن عوف അതാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ആ മഹാൻ എന്ന് പറയുന്നു ഉമ്മു സലമ, എന്നെ പോലെ മുതലാളിയായ ഒരു ഖുറൈശ് മുസ്ലിമീങ്ങളിൽ ഉണ്ടായിട്ടില്ലല്ലോ. ആ സമ്പത്ത് കൊണ്ട് ഞാൻ നശിച്ചു പോകുമോ എന്ന് പേടിക്കുന്നു ഉമ്മു സലമ. അവരെ ആഖിബത്തിനെ കുറിച്ച് ഒന്ന് ആലോചിക്കുക. സുബ്ഹാനല്ലാഹ്, 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ആഖിറത്തെ കുറിച്ചുള്ള ചർച്ചയാണ്. 80ഉം 90ഉം കഴിഞ്ഞാലും ബിസിനസിനെ കുറിച്ച് ആലോചിക്കുന്നത് നമ്മള്. സുബ്ഹാനല്ലാഹ്. ഇന്നനി മിൻ അക്സരി ഖുറൈശിൻ മാലൻ ഖശീതു അൻ യുഹ്ലികനി മാലി. ഉമ്മു സലമ, എന്റെ സമ്പത്ത് കൊണ്ട് ഞാൻ നരകത്തിൽ പോകുമോ എന്ന് പേടിക്കുന്നു. ആരായി പറയുന്നത് മുഅ്മിനേ? സ്വർഗ്ഗത്തിൽ പോകുമെന്ന് ഹബീബ്. വഅബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഫിൽ ജന്ന, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് സ്വർഗ്ഗത്തിലാണ് എന്ന് ഹബീബ് പറഞ്ഞ സ്വഹാബിയെ പറയുന്നത്. ഞാൻ നശിച്ചു പോകുമോ? നമ്മുടെയൊക്കെ ധൈര്യം അപാരമാണ് മുഅ്മിനേ, നമ്മുടെ ധൈര്യം അപാരമാണ്. മഅദല്ലാഹ്. കുറെ കള്ള ശൈഖന്മാരും അതിന്റെ കൂടെ കൂടിയ കുറെ സാധുക്കളും സ്വർഗം വിലക്കൊടുത്ത് വാങ്ങിയ പോലെ നടക്കാൻ. ഇവർക്കറിയുമോ? അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ അലാ വ ഇന്നഹൽ ജന്ന. അല്ലാഹുവിന്റെ സ്വർഗം വിലയുള്ളതാ മുഅ്മിനേ, നീ വിചാരിക്കുന്ന പോലെ നിസ്സാരമല്ല. അലാ വഹിയൽ ജന്ന. സ്വർഗത്തെ കുറിച്ചാണോ നിങ്ങൾ ഈ പറയണത്? നിങ്ങൾ എന്താ സ്വർഗത്തെ കുറിച്ച് മനസ്സിലാക്കിയത്? ഉമ്മു സലമ റളിയല്ലാഹു അൻഹ മറുപടി കൊടുക്കാൻ പോകുന്നു. വലിയൊരു മറുപടി. സമ്പത്ത് കൊണ്ട് ആഖിറം നഷ്ടപ്പെടുമോ എന്ന് പേടിക്കുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. മുസ്ലിം ബി പറയുന്നു, യാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, സമ്പത്ത് കൊണ്ട് നഷ്ടപ്പെടുമോ എന്ന് പേടിയുണ്ടോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്? മുസ്ലിം ബി പറഞ്ഞു കൊടുക്കണത്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, നിങ്ങൾ സ്വർഗ്ഗത്തിലാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ലേ, നിങ്ങൾക്കൊന്നും പേടിക്കണ്ട എന്നല്ല. ഉമ്മു സലമ ബീവിക്ക് അതറിയാം. അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട മഹാനാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. എന്താ പറഞ്ഞു കൊടുക്കുന്നറിയോ? യാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അൻഫിഖ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, കയ്യിലുള്ളത് അല്ലാഹുക്ക് കൊടുത്തോ, കയ്യിലുള്ളത് അല്ലാഹുക്ക് കൊടുക്ക. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, എന്റെ സമ്പത്ത് കൊണ്ട് നഷ്ടപ്പെടോ, ഞാൻ പരാജയപ്പെടുമോ എന്ന് പേടിച്ചിരിക്കുകയാണോ? കൊടുക്ക്. മിസ്കീന്മാർക്ക് കൊടുക്ക്, പാവപ്പെട്ടവർക്ക് കൊടുക്ക്, നിന്റെ കുടുംബക്കാർക്ക് കൊടുക്ക്, നിന്റെ അയൽവാസികൾക്ക്. ആരോട്? ദീനിലെമ്പാടും വാരിക്കോരി കൊടുത്ത മഹാനോടായി പറയുന്നത്. അൻഫിഖ്. എന്തേന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട്. ഉമ്മു സലമ പറയാ, فإني سمعت رسول الله صلى الله عليه وسلم يقول. ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന മിന്ന സുഹാബി
മരിച്ചു കഴിഞ്ഞാൽ എന്നെ കാണാൻ കഴിയാത്ത സ്വഹാബികൾ എന്റെ സ്വഹാബികളിലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോ എന്നെ കണ്ടവരും എന്റെ കൂടെ നിന്നരും ആ സ്വഹാബികള്, മരിച്ചാൽ എന്നെ ഒരു നോക്ക് കാണാൻ കിട്ടാത്ത ദൗർഭാഗ്യവാന്മാർ എന്റെ സ്വഹാബികളിലുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞത്രേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ മുഅ്മിനെ ആലോചിക്ക്, ഹബീബിന്റെ സ്വഹാബിമാർ അവര് ചെറുതാണോ? അവരൊക്കെ മഹാന്മാരല്ലേ? ഹബീബിന്റെ നൂറ് കിട്ടിയവരാണ്. അവർ സ്വർഗത്തിൽ പോകുമെന്നാണ് ഈ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദ. അവർ സ്വർഗത്തിലെത്തുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഹബീബിന്റെ സ്വഹാബികളിൽ അള്ളാഹുവിന്റെ മഹാഭാഗ്യം കിട്ടിയവരല്ലേ അവരൊക്കെ. പക്ഷെ നബി തങ്ങൾ പറഞ്ഞു, എന്റെ ആളുകളാണെന്ന് പറഞ്ഞു നടക്കുന്ന, എന്റെ സ്വഹാബിമാരാണെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളിൽ ഇന്ന മിൻ അസ്ഹാബി മൻ ലാ യറാനി ബഅദ മൗതിഹി, മരിച്ചുപോയാൽ പിന്നെ എന്നെ ഒരിക്കൽ പോലും കാണാൻ കഴിയാതെ പോകുന്ന സ്വഹാബിമാർ എന്റെ സ്വഹാബികളിലുണ്ട് എന്ന് ഹബീബ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുവെന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ. ഇത് പറഞ്ഞപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫേ, ചെലവഴിച്ചോ, ധർമ്മം ചെയ്തോ, അമല് ചെയ്തേക്ക് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫേ, വെറുതെ ഇരിക്കണ്ട. അമല് ചെയ്താലേ നാളെ റസൂലുള്ളാഹിനെ പോയി കാണാൻ പറ്റുള്ളൂ. എന്തെങ്കിലും പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. അബ്ദുറഹ്മാൻ, കർമ്മം ചെയ്യേ, അമല് ചെയ്യേ, പോയി ചെലവഴിക്ക് സമ്പത്ത്. എന്റെ സമ്പത്ത് ഒരുപാടുണ്ട്, ഞാൻ അതുകൊണ്ട് നശിച്ചു പോകുമെന്ന് പറഞ്ഞിരിക്കണ്ട, കൊണ്ടുപോയി ചെലവഴിക്ക്. ഹബീബ് പറഞ്ഞത് എന്താണെന്നറിയോ? ഇന്ന മിൻ അസ്ഹാബി മൻ ലാ യറാനി ബഅദ മൗതിഹി, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നെ ഒരിക്കൽ പോലും കാണാൻ ഭാഗ്യം കിട്ടാത്ത ആളുകൾ എന്റെ സ്വഹാബിമാരാണെന്ന് പറയുന്നവരിൽ ചില ആളുകൾക്കുണ്ട് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ഓർമ്മയുണ്ട് എന്ന് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തപ്പോ ബകാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു. സഹിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരാളായി ഞാൻ മാറുമോന്ന് പേടിക്കുകയാണ്. ഇതാണ് മുഅ്മിൻ, ഇതാണ് ഈമാൻ. നമ്മൾ പേടിക്കണം നമ്മളെ പറ്റി. അങ്ങനെ കരഞ്ഞുകൊണ്ട് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഉമ്മു സലമ ബീവിയുടെ മുമ്പിൽ നിന്ന് ഇറങ്ങി ഓടുന്നു. ഉമർ റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്. കരഞ്ഞു പോകുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവരെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ ചോദിച്ചു, മാലക് അബ്ദുറഹ്മാൻ, എന്താ കരയുന്നത്? എന്തേ കരയുന്നത്? പറഞ്ഞു, ഉമറേ, സമിഅതു ഉമ്മ സലമ, നമ്മുടെ ഉമ്മയായ ഹബീബിന്റെ ഭാര്യയായ ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഒരു ഹദീസ് എനിക്ക് പറഞ്ഞു തന്നു. നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരിൽ ജീവിച്ചിരിക്കുന്ന നമ്മളാവുമോ ആ പറയുന്നത്? നമ്മൾ മരിച്ചുപോയാൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് കണ്ട ഹബീബിനെ കണ്ട നമ്മൾക്ക് ഇനി ആഖിറത്തിൽ വെച്ച് കാണാൻ കഴിയാത്ത ആളുകളുണ്ടത്രേ നമ്മിൽ ചില ആളുകളെന്ന് നബി പറഞ്ഞിട്ടുണ്ട് പോൽ. അത് ഓർത്തുകൊണ്ട് കരയുകയാണ്. ഇന്ന മിൻ അസ്ഹാബി മൻ ലാ യറാനി ബഅദ മൗതിഹി എന്ന് ഹബീബ് പറഞ്ഞ ഹദീസ് ഉദ്ധരിക്കുന്നു മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവർ. ഇത് കേട്ടപ്പോ ഫബകാ ഉമറു, ഉമർ എന്നവരും പൊട്ടിക്കരഞ്ഞു റളിയല്ലാഹു അൻഹു. സ്വഹീഹായ ഹദീസാണിത്. ബകാ ഉമറു, ഉമർ എന്നവരും പൊട്ടിക്കരഞ്ഞു. അവരാരും ഇരിക്കല്ല. ഉമറേ, അബൂബക്കറേ, നമ്മൾ രണ്ടുപേരും ഇങ്ങനെ തോളിൽ കൈവച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുമെന്ന് എത്ര തവണയാ നബി തങ്ങൾ ഉമർ എന്നവരോട് പറഞ്ഞത്? ആ ഉമർ എന്നവർക്ക് ധൈര്യമില്ല. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പേടിച്ചു പോയിട്ടുണ്ട്. മുഅ്മിനേ, ലൻ യസ്ലുഹ ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലുഹ ബിഹി അവ്വലുഹാ. ഈ ഉമ്മത്തിന്റെ മുൻഗാമികൾ എങ്ങനെ അല്ലാഹുവിനെ പേടിച്ചോ അങ്ങനെ നമ്മൾ പേടിച്ചില്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂല. ശരിക്കും മനസ്സിലാക്കിക്കോളൂ, ഇത്തിബാ നമ്മുടെ മുൻഗാമികളെയാണ്. ഇത്തിബാ ചെയ്യേണ്ടത്, പിൻപറ്റേണ്ടത് നമ്മുടെ മുമ്പിലുള്ള ആലിമീങ്ങളെയല്ല. ആലിം പറയുന്നത് ദീനാണ്, പക്ഷെ ആലിം ചെയ്യുന്നത് ദീനായിരിക്കണമെന്നില്ല. എന്നാൽ പിൻപറ്റേണ്ടത് അല്ലാഹുവിന്റെ റസൂലിനെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലിമീങ്ങളെ പിൻപറ്റണമെന്ന് പറഞ്ഞത് അവരുടെ ഇൽമു പഠിച്ചോളൂ. അവര് പറയുന്നത് ഇൽമായിരിക്കാം, ദീനായിരിക്കാം, പക്ഷെ അവർ ചെയ്യുന്നത് മുഴുവൻ ദീനാവോ? അവരൊക്കെ മനുഷ്യന്മാരിലെ തെറ്റുപറ്റൂലേ? ഇത്തിബാ ചെയ്യേണ്ടത് ആരെയാ? അല്ലാഹുവിന്റെ റസൂലിനെ, അവിടുത്തെ സ്വഹാബിനെ റളിയല്ലാഹു അലൈഹിം അജ്മഈൻ. അല്ലാഹു നമുക്ക് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കി തന്നു. നമ്മൾ മനസ്സിലാക്കി ആ അഹ്ലുസുന്ന വൽ ജമാഅത്തിനായി ജീവിച്ചു മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.